എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് എൻ്റെ ബോഗൻവില്ലയ്ക്ക് ഞാനിടുന്ന വളങ്ങളെക്കുറിച്ചിട്ടാണ്. ആദ്യത്തെ പാക്കറ്റിലുണ്ടായിരുന്നത് നമ്മുടെ ജൈവവളവും അതുപോലെ തന്നെ 18-18 2 കിലോ ജൈവവളത്തിന് 1 കിലോ 18-18 അതുപോലെ തന്നെ പിന്നെ കാണിച്ചത് DAP ആണ്. 1/2 കിലോ DAP കൂടി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ കടലാസ് റോസിന് ഓരോ പിടി വീതം ഓരോ ആഴ്ചയിലും ഇടാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ പിന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് ഞാൻ ആ വളം ഇടാറ്. ഇങ്ങനെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ബോഗൻവില്ല പൂക്കുന്നതാണ്. ജൈവവളം ഇട്ട് കൊടുക്കുമ്പോൾ ആ ചെടിക്കൊന്ന് ഉഷാറുണ്ടാവും. 18-18 DAP ഒക്കെ നന്നായി പൂവിടാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിലൊരു 35 കടലാസ് റോസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഈ വളം ഇട്ട് കൊടുക്കും. കടലാസ് റോസൊക്കെ നന്നായി പൂത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കടലാസ് റോസിന് ഇടുന്ന വളങ്ങൾ ഇതല്ലാതെ മറ്റു വളങ്ങൾ ഇട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാലോ പുതിയ വളങ്ങളെക്കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആൾക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ 60 വയസ്സുകാരെ പോലെ അല്ലായിരുന്നു അന്നത്തെ 60 വയസ്സുകാർ. അന്ന് മുടിയൊന്നും കറുപ്പിക്കാതെ നരപ്പിച്ച് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു ആളായിരുന്നു എൻ്റെ അമ്മായിയമ്മ. പക്ഷെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും മനസ്സുകൊണ്ട് നല്ല ഒരു ന്യൂജനായിരുന്നു കേട്ടോ. പുതിയ ഫാഷൻ ട്രെൻഡുകളെ കുറിച്ചിട്ടൊക്കെ ആൾക്ക് നല്ല അറിവായിരുന്നു. ഞാൻ കൈ നീളമുള്ള ബ്ലൗസ് ഇടുമ്പോൾ പറയും, ഇപ്പോൾ കൈ നീളം കുറഞ്ഞ ബ്ലൗസാണ് ഫാഷൻ, നീ അങ്ങനെ തയ്ക്ക്, അത് നിനക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ നീ ജീൻസ് ഇട്ട് നോക്ക്, നിനക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു അമ്മായിമ്മയായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. ആളുടെ പെമ്മക്കളേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എന്നോടാണ്. ഒരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ പോലും എന്നെയാണ് വിളിക്കുക. എൻ്റെ വണ്ടിയിൽ കയറിയിരുന്നിട്ട് ഏത് ഗുദാമിലേക്ക് പോരാനും ഒരു പേടി ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ചേച്ചിയുടെ വീട്ടിലാണ് ആൾ കിടക്കുക. അപ്പം ഞങ്ങളൊക്കെ വീട് പണിതതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അതിലെയാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അന്നുണ്ടാക്കിയ എന്ത് സാധനമായാലും ഒരു ഇലയിൽ പൊതിഞ്ഞ്, ചിലപ്പോൾ കൊള്ളി ഉപ്പേരി ആയിരിക്കാം, പിണ്ടിയും പയറും ഉപ്പേരി ആയിരിക്കാം, അതൊക്കെ കൊണ്ടുവന്ന് തരും. ആ ഇലയിലുള്ള മണ്ണുണ്ടല്ലോ ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. ഞാനത് വളരെ സ്വാദോടുകൂടി അടുത്തിരുന്ന് കഴിക്കാറുണ്ട്. ഞാൻ കഴിക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മായിക്ക്. അതുപോലെ തന്നെ അമ്മ മരിച്ചിട്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട്, ഇപ്പം നിനക്ക് അമ്മയില്ലല്ലോ കാര്യങ്ങൾ നോക്കാൻ, അപ്പം നീ വയറ് നിറച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിലേക്ക് ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ വെച്ച് തരും കേട്ടോ. അതൊന്നും എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എപ്പോഴും ഉള്ള എൻ്റെ മനസ്സിലുള്ള ഓർമ്മകളാണതൊക്കെ. അതുകൊണ്ട് വയസ്സായ അച്ഛനമ്മമാരെയൊക്കെ നമുക്ക് നന്നായി ശ്രദ്ധിക്കാം. കാരണം നാളെ അവരില്ലാണ്ടായാലും നമ്മൾ അവരെ നന്നായി നോക്കി എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടാവും. അവരുടെ അനുഗ്രഹവും നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ തോട്ടത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കിച്ചണിലെ എൻ്റെ കുഞ്ഞു പരിപാടികളാണ്. അപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടി ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അത്യാവശ്യം നമ്മളൊക്കെ ചേർക്കാവുന്ന എല്ലാ മസാലകളും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു കുരുമുളക് പൊടിയും ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ തിരുമ്മി വയ്ക്കുന്ന ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട്. ആവശ്യത്തിനെടുത്ത് വറക്കാറാണ് പതിവ്. വറക്കാനെടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ നല്ലോണം ചില്ലി ഫ്ലേക്സൊക്കെ കൂട്ടി ചേർത്തിട്ട് നല്ലോണം ആ ചിക്കനിൽ ചെറിയൊരു നനവുണ്ടാവുമല്ലോ, ആ നനവിൽ അത് ചിക്കനോട് നന്നായി കൈകൊണ്ട് അമർത്തി തേച്ച് പിടിപ്പിക്കാറാണ് പതിവ്. എന്നിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായി അപ്പുറം ഇപ്പുറോട്ടും മൊരിയിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു ചിക്കൻ ഫ്രൈ ആയി. കുട്ടികൾക്കൊരു മയണൈസോ അല്ലെങ്കിൽ സോസോ ഒക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഇത് ധാരാളമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. വളരെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വളരെ സമാധാനമാണല്ലേ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമുക്ക് മറ്റൊരു വിഭവത്തെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് പകുതി സമാധാനമാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. കാലത്ത് തക്കാളി ചമ്മന്തി ബാക്കിയുണ്ടായിരുന്നു. തക്കാളി ചമ്മന്തി എന്ന് വെച്ചാൽ സബോള വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരി മുളക്, കുറച്ച് മുളക് പൊടിയും തക്കാളിയും കൂടി വഴറ്റിയെടുക്കുന്നതാണ്. വഴറ്റി മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് തക്കാളി ചമ്മന്തി. വൈകുന്നേരം തക്കാളി ചമ്മന്തി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി അത് ഒരു ഇത്തിരിയായിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങി ആ തക്കാളി ചമ്മന്തി എണ്ണയിൽ വഴറ്റി അതിലേക്ക് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ആ വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുക്കുകയാണ്.
അത് നന്നായി മൊരിയിച്ചെടുത്തതിന് ശേഷം നല്ലോണം വരഞ്ഞ പുഴുങ്ങിയ മുട്ട ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ പുറത്തും ആ മസാല മുഴുവൻ പൊതിയത്തക്ക രീതിയിൽ അതിനെ നന്നായി വഴറ്റി വലിയിച്ചെടുക്കുകയാണ്. അങ്ങനെ വലിയിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ നന്നായി മസാല പിടിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഈ അനാവശ്യമായിട്ടുള്ള സ്നാക്കും ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിൽ നല്ലതാണ്. മുട്ടയാകുമ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. വെറുതെ പുഴുങ്ങിയ മുട്ട കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. വേണമെങ്കിൽ ഒരു ചപ്പാത്തിക്കൊക്കെ കഴിക്കണമെങ്കിലും നമുക്ക് നല്ലതാണ് കേട്ടോ. ഒരു മുട്ട ഉണ്ടെങ്കിൽ ഒരു ചപ്പാത്തി നമുക്ക് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ വെറുതെ കളയുന്ന തക്കാളി ചമ്മന്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കും, അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.